നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ പ്രവാസികളെ നാട്ടിലെത്തിക്കാമെന്ന സർക്കാരിന്റെ വാക്കുകൾ ഏറെ നെഞ്ചോട് ചേർക്കുകയാണ് പ്രവാസികളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാഞ്ഞതുമാണ്. സ്വന്തം നാടിന്റെ തണലിലേക്ക് അവർ എത്തിച്ചേരുമ്പോൾ അവരെ വരവേൽക്കാൻ അവർക്കായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ്. എന്നാൽ പ്രവാസികളുടെ സന്തോഷം നന്ദി എന്ന വാക്കിൽ ഒതുക്കാനാകാതെ അഷ്റഫ് താമരശ്ശേരി പ്രവാസികളുടെ കണ്ണുനീരും കഷ്ടപ്പാടുകളും അനുഭവിച്ചറിഞ്ഞ സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർകൾ അറിയുന്നതിന് ആദ്യം തന്നെ അങ്ങേക്കും കേന്ദ്ര സർക്കാരിനും നന്ദി അറിയിക്കുന്നു. ഇന്ന് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ദിവസമാണ്. പ്രധാനപ്പെട്ടത് കുവൈറ്റിൽ ക്യാൻസർ ബാധിച്ച് കുഞ്ഞുമോളെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യൻ വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞതിന്, പിന്നെ ചരക്ക് വിമാനത്തിൽ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള വിലക്ക് നീക്കിയതിനും. ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയാനുള്ള മനസ്സ് പ്രവാസിക്കുണ്ട്. കഴിഞ്ഞ 24-ാം തീയതി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞത് ചെന്നൈയിലും മറ്റ് വിമാനത്താവളങ്ങളിലും മൃതദേഹങ്ങൾ തടഞ്ഞു വച്ചിട്ടില്ല എന്നാണ്. ഇന്നലെയും ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും തിരിച്ച് അയച്ചിരുന്നു. പിന്നെ താങ്കൾ പറഞ്ഞത് ചില സാമൂഹിക പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും നടത്തുന്ന പ്രസ്താവനകൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ്. ഒരിക്കലും അങ്ങേ പോലുള്ള ഒരു പ്രമുഖ നേതാവിന്റെ ഭാഗത്തു നിന്നും ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്. ഈ വാക്കുകളും അതുപോലെ തന്നെ ഇവിടെ കുറച്ചു ദിവസമായി പ്രവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ താങ്കൾ കാണുന്നില്ലായിരുന്നു. സന്ദർശക വിസയിൽ വന്നവർ, വയസ്സായ മാതാപിതാക്കൾ, ഗർഭിണികൾ, സ്വന്തം അച്ഛന്റെ മൃതദേഹം അവസാനമായി കാണാൻ കഴിയാത്ത മകളുടെ കണ്ണുനീർ, സ്വന്തം മകന്റെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചിട്ട് പോകാൻ കഴിയാതെ അന്ത്യകർമ്മങ്ങൾ സ്കൈപ്പിലൂടെ കണ്ട് മാതാപിതാക്കളുടെ വിലാപം കണ്ടവർ, നാട്ടിൽ നിന്ന് മരുന്നുകൾ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന രോഗികൾ, അങ്ങനെ പോകുന്നു ഇവിടുത്തെ പ്രവാസികളുടെ കണ്ണുനീരിന്റെയും പ്രയാസത്തിന്റെയും കഥകൾ. അങ്ങയുടെ ഒരു സമാധാന വാക്ക് മതി ഇവിടുത്തെ മലയാളിയായ പ്രവാസികളുടെ വേദന അകറ്റാൻ. ഇതൊക്കെ നേരിൽ കാണുന്നത് ഞങ്ങളാണ്. ചിലപ്പോൾ പ്രതികരിച്ചു പോയെന്നിരിക്കും സാർ. അതിനെ താങ്കൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളായി തള്ളിക്കളയരുത്. മന്ത്രിസ്ഥാനം ഒരു താൽക്കാലിക പ്രതിഭാസമാണ്. അവിടെ ഇരുന്നു കൊണ്ട് ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ അത് ജീവിതകാലം മുഴുവനും ഓർമ്മിക്കപ്പെടും സാർ. അങ്ങ് വിദേശകാര്യ സഹമന്ത്രിയെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പ്രവാസി സമൂഹം വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അതിനെ വരവേറ്റത്. രാഷ്ട്രത്തിനും മതത്തിനും ജാതിക്കും അതീതമായ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് ഞങ്ങൾ പ്രവാസികൾ. മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം വിചാരിച്ചപ്പോൾ പ്രത്യേക വിമാനത്തിൽ ലണ്ടനിൽ നിന്നും രോഗിയെ കേരളത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു. വിചാരിച്ചാൽ നടക്കും. മനസ്സുകൊണ്ട് തീരുമാനിക്കണം. അധികാരത്തിലിരുന്നാൽ വിമർശിക്കപ്പെടണം. വിമർശനങ്ങളെ വാക്കുകൾ കൊണ്ട് വിജയിപ്പിക്കാൻ നോക്കുന്നതിന് പകരം വിമർശനങ്ങളെ ശരിയിലൂടെ കറക്റ്റ് ചെയ്താൽ മതിയാകും. താങ്കളെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാജ്പേയി സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നിന്നും റെയിൽവേ സഹമന്ത്രിയായിരുന്നത് അങ്ങയുടെ പാർട്ടിയുടെ സീനിയർ നേതാവും ഇപ്പോഴത്തെ MLA-യുമായ ശ്രീ രാജഗോപാൽ ആയിരുന്നു. കേരളത്തിന് റെയിൽവേയുടെ വികസനം നടന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മാത്രം. അതിനു മുമ്പോ ശേഷമോ ഒരിക്കലും അത്തരത്തിലുള്ള ഒരു വികസനവും ഉണ്ടായിട്ടില്ല. എന്ത് നല്ലത് ചെയ്താലും ജനത്തിന്റെ മനസ്സിൽ ഒരു സ്ഥാനം ഉണ്ടാകും. ആ ഒരു പേര് ചരിത്രത്തിൽ മായാതെ നിൽക്കുകയും ചെയ്യും സാർ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.